ഇങ്ങനെയല്ല സാധാരണഗതിയിൽ ഒരു 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 വിഷയം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് ഈ പ്രതിപക്ഷ നേതാവിന് കീഴിൽ ഈ അംഗങ്ങൾ തന്നെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുള്ള ഇത് ഇങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ സഭയ്ക്കുള്ളിൽ ജനാധിപത്യപരമായി തന്നെ പ്രതിഷേധിക്കാൻ, സർവ്വമര്യാദകളും പാലിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ കഴിയുന്ന വിധത്തിലെല്ലാം പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവരെ എത്രത്തോളം ആ വിധത്തിൽ പിറകിലേക്ക് വലിച്ചിട്ടുണ്ട്. സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞത് കാരക്കുട്ടിൽ ദാസൻ എന്നതിന് പകരം കാരക്കൂട്ടത്തിൽ ദാസൻ എന്നാണ് പറഞ്ഞത്. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പോലീസുകാർക്കെതിരെ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത നിലപാടെടുക്കണം. അതിനെ പിണറായി വിജയൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ പഴയ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു മർദ്ദനങ്ങളുടെ കാര്യം പറഞ്ഞോ ന്യായീകരിക്കാനാവുന്നതല്ല. അങ്ങനെ ന്യായീകരണത്തിലേക്ക് മുഖ്യമന്ത്രി ആ വിധത്തിൽ പോയിട്ടില്ല. പക്ഷേ ശക്തമായ പ്രതിരോധം. ഇപ്പോൾ എനിക്കെതിരെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ എന്നെ പ്രതിരോധിക്കാനാണല്ലോ സ്വാഭാവികമായിട്ട് നോക്കുക. അത് ഓരോ മനുഷ്യനും ചെയ്യുന്ന പോലെ തന്നെ ആ വിധത്തിൽ പ്രതിരോധിക്കുക, അതിനൊപ്പം നടപടിയെടുക്കുക എന്ന വിധത്തിലേക്ക് മാത്രമേ സർക്കാരിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നടപടി എടുപ്പിക്കുക എന്ന പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യം. അതിൽ ഈ സേവ്യർ ചിറ്റലപ്പള്ളി തന്നെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. എത്ര സഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞു. സുജിത്തിന്റെ കേസ്, സുജിത്തിന് തല്ല് കിട്ടി, ഇത്ര ക്രൂരമായിട്ടാണ് തല്ല് കിട്ടുന്നത് എന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്കറിയാം. അത് KPCC ഭാരവാഹികൾ മുതൽ താഴേക്കുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഒരുപക്ഷെ ഉന്നത നേതൃത്വത്തിന് അറിയണമെന്നില്ല. പക്ഷെ ആ നേതൃത്വത്തിനെല്ലാം അറിയുന്ന സ്ഥിതിക്കും എത്ര പോലീസ് സ്റ്റേഷൻ മാർച്ച് നിങ്ങൾ സംഘടിപ്പിച്ചു, എത്ര ഈ വിധത്തിലുള്ള ഉപരോധങ്ങൾ സംഘടിപ്പിച്ചു, എന്തൊക്കെ പ്രതിഷേധം നടത്തി, എത്ര നിയമസഭാ സമ്മേളനം അതിനുശേഷം കടന്നുപോയി എന്ന ചോദ്യത്തിന് മുൻപിൽ കോൺഗ്രസിന് കൃത്യമായ ഒരു മറുപടിയില്ല.